നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് രസകരമായിട്ട് തോന്നും. കാരണം ഈ ഒരു സാധനത്തിന്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്ത് സാത്താന്റെ സന്തതി എന്നൊക്കെ നമുക്ക് പറയാം. സുവിശേഷ പ്രസംഗമാണ് അമ്മച്ചിയുടെ മെയിൻ ഒരു അജണ്ട. കാരണം യേശുവിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇനി യേശു വരുന്നതിനെ കുറിച്ചിട്ടും ലോക അവസാനത്തെ കുറിച്ചിട്ടൊക്കെ അമ്മച്ചിക്ക് ഒരുപാട് ഗ്രാഹ്യമുള്ള ഒരു സാധനമാണ്. അമ്മച്ചിയുടെ ആ ഒരു ജനനവും അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ മണ്ണിലേക്ക് ഈ ഒരു സാധനം അങ്ങോട്ട് ചേർന്നത്. പക്ഷെ ഒരു സ്ത്രീക്കും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചില വാക്കുകളാണ് ഈ അഴുക്ക് വായിൽ നിന്നും നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അമ്മച്ചിയുടെ ഒരു നിലവിളി എന്ന് പറഞ്ഞാൽ അത് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു നിലവിളി തന്നെയാണ്. കാരണം അമ്മച്ചിയുടെ ഫേസ്ബുക്ക് പേജുകൾ പൂട്ടാൻ പോകുന്നു. അമ്മച്ചി സത്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കാരണം സുവിശേഷ പ്രസംഗമാണല്ലോ അമ്മച്ചി കൂടുതൽ നടത്താറുള്ളത്. ഈ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തികളുമായിട്ടാണ് അമ്മച്ചി ഇങ്ങനെ മുന്നേറുന്നത്. പക്ഷേ ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ആൾക്കാർ ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദിയാണെന്ന് അമ്മച്ചി പറയുമ്പോൾ പോലും ഈ ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ഇന്ന് വരെ ഈ പറയുന്ന ഹമാസിനെ ഇന്ത്യ തീവ്രവാദ സംഘടനയിലോ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പിലോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും ഈ 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള ഈ ഗാസ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു പ്രദേശത്ത് 150ഓളം വരുന്ന ഇസ്രയേലികളെ ബന്ദികളാക്കി ഇപ്പോഴും ഹമാസ് അവരുടെ തുരങ്കങ്ങളിൽ സുരക്ഷിതമായിട്ട് അവർ പാർപ്പിച്ചിട്ടുണ്ട്. ഈ 90 ദിവസം പിന്നിടുമ്പോൾ പോലും ഇത്രയധികം ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൽ അത്രയധികം സാങ്കേതിക വിദ്യകൾ ഉള്ള ഇസ്രയേലിനെ ഇവരെവിടാണെന്ന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങി 90 ദിവസം പിന്നിടുമ്പോൾ ഏതാണ്ട് 6000ഓളം വരുന്ന ഇസ്രയേലി ജൂത പട്ടാളക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കണ്ടിട്ട് അമ്മച്ചി പൊട്ടിക്കരഞ്ഞ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല ആൾക്കാരും അമ്മച്ചി ഇസ്രയേലികളെ കുറിച്ചിട്ടൊക്കെ അമ്മച്ചിക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മച്ചി വളരെ ലാഘവത്തോടുകൂടി അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇസ്രയേലി പട്ടാളക്കാരുടെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി വീഡിയോ ആയിട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ സാത്താന്റെ സന്തതിയായിട്ടുള്ള ഈ ജൂത സ്ത്രീയുടെ ഫേസ്ബുക്ക് പേജ് അക്കൗണ്ട് പൂട്ടാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. ഷലോം, ഞാൻ റീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് വന്നിരിക്കുന്നത്. തന്നെ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ തന്നെ ഈ അന്ത്യകാലഘട്ടത്തിലെ സാത്താൻ ആരാണ് എന്ന് പറഞ്ഞ് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ലൈവിൽ വരുന്നത് തന്നെ. വീഡിയോ വരുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഏത് നേരവും പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് നിങ്ങൾ. ഒരു പക്ഷേ എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കയറാൻ നോക്കുക. എനിക്കറിയില്ല, 24 hours കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ചാനൽ പൂട്ടി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ലൈവ് വരുന്നതായിരിക്കും. സത്യത്തെ നിലത്ത് തള്ളിയിട്ടിട്ട് അതതിൻ്റെ കാര്യം സാധിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ചുമ്മാതെയല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ. കാരണം എന്ത് തോന്നിയവാസവും കള്ളത്തരവും ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനൊന്നും ഇവന്മാർക്ക് പ്രശ്നമൊന്നുമില്ല. സത്യം വിളിച്ച് പറയുമ്പോഴാണ് ഒരു പ്രശ്നം. ദാനിയേൽ പ്രവചനം വേറെ ഒരു 2 പേജ് ഉണ്ടല്ലോ, ആ വേറെ 2 പേജും എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ആ വേറെ 2 പേജിനകത്തൊന്നും എനിക്ക് കയറാൻ പറ്റത്തില്ല. 2 പ്രാവശ്യം ഇതുപോലെ ഇവന്മാർ ബാൻ ചെയ്തപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പേജുകൾ ആ പേജൊക്കെ. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ അതിനകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുകയാണ് ആ പേജ്. അതുപോലെ കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. കൊറോണ വൈറസ് മടങ്ങി വന്നു. വാക്സിൻ 2024 മടങ്ങി വരും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹെൽത്ത് ID വരും, ഡിജിറ്റൽ കറൻസി വരും, ഇതിനകത്ത് ആക്സസ് ചെയ്യപ്പെടും. വൺ വേൾഡ് ഓർഡറിന്റെ ഐക്യരാഷ്ട്ര സംഘടനയിലും എല്ലാം നിൽക്കുന്നതെല്ലാം തന്നെ ഈ അറബിക് ഇസ്ലാമിക് ഹാലിഫേറ്റിലുള്ള ഈ കള്ളന്മാരെല്ലാം കൂടി ചേർന്നാണ് അതിനകത്തെല്ലാം സ്ഥാനം പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ പാവയെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഒരു തീവ്രവാദിയാണെന്ന് പോലും പറയാൻ ഐക്യരാഷ്ട്ര സംഘടന വായി തുറക്കുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പൊ പിടിവള്ളി ആരുടെ കയ്യിലാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല വസ്തുവാണം അറിയാം. അതുകൊണ്ട് ഇവന്മാർ ഇതിന്റെ നേതൃത്വത്തിലും തലപ്പത്തിലും വരും. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23-24 വാക്യങ്ങളിലെല്ലാം വളരെ സ്പഷ്ടമായിട്ട്
തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവന്റെ അധികാരത്തിന്റെ പകുതി. ജെറുസലേം വിശേഷങ്ങൾ എന്താണ്? ജെറുസലേം വിശേഷങ്ങൾ എന്ന് പറയുന്നത് യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ദികളെ തിരിച്ചു പിടിക്കുവാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയൊരു വീഴ്ച IDF ഒരു വീഴ്ച പറ്റി. വീഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് തീവ്രവാദികൾ 3 ബന്ദികളെ വെറുതെ വെറുതെ വെച്ചാൽ പോലീസുകാരുടെ ഒരു ബിൽഡിങ്ങിനകത്ത് ഇറക്കി വിട്ടു ഈ 3 പേരെ. അപ്പോൾ ഇറക്കി വിട്ടപ്പോഴത്തേക്കും ഇവർ 3 പേരും ജീവരക്ഷപ്രാണാർത്ഥം ചിലപ്പോൾ അവർ വെടിവെക്കാനായിരിക്കും ഇവരെ തുറന്നു വിട്ടേന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് ഓടുകയായിരുന്നു ചെയ്തത്. ഈ 3 പേരും ഓടിയപ്പോഴത്തേക്കും അത് IDFന്റെ കണ്ണിൽ പെട്ടു. IDF വിചാരിച്ചു ഈ ഓടുന്നത് മുഴുവനും ഹമാസ് തീവ്രവാദികളാണെന്ന് കരുതി IDF വെടിവെച്ചിട്ടു. ഈ IDF വെടിവെച്ചിട്ടതിന് ശേഷം ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് ഇസ്രായേലിൽ തന്നെ ബന്ദികളായ ഇസ്രായേൽ ജനത തന്നെയായിരുന്നു, ബന്ദികളാക്കി വെച്ചിരുന്നവർ തന്നെയായിരുന്നു ഈ 3 പേരെ ഇവർ കൊണ്ടുപോയി കൊന്നതെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അത് വളരെയധികം IDFന്റെ ബലത്തെ തകർത്തു കളഞ്ഞു എന്ന് വേണം പറയാൻ. IDF വളരെ നിരാശരായ ആ ഒരു വിഷയത്തിൽ തങ്ങൾ ബന്ദികളാക്കപ്പെട്ടവരെ തന്നെ വെടിവെക്കേണ്ട ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് IDF വളരെ ദുഃഖത്തിലാണ് ആ വിഷയത്തിൽ. അങ്ങനെ അതിനെ തുടർന്ന് ഇസ്രായേലിനകത്ത് മറ്റു ബന്ദികളുടെ ഫാമിലിയും ഇവരും ഒക്കെ പ്രശ്നങ്ങളുമായിട്ട് തെരുവിലിറങ്ങി, റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ കുറെ വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ്. അതൊക്കെ പറയാൻ പോയി ഒരുപാടുണ്ട്. അപ്പം ഇസ്രയേലി പട്ടാളക്കാർക്ക് തെറ്റുപറ്റി. കാരണം ഹമാസ് വിട്ടയച്ച ബന്ദികളെ അത് പലസ്തീൻ ജനതയാണ് എന്ന് കരുതിക്കൊണ്ട് തെറ്റിദ്ധാരണയിൽ അങ്ങ് വെടിവെച്ച് കൊന്നു. ചെന്ന് നോക്കുമ്പോഴാണ് ഇസ്രയേലികളാണ് എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമ്മച്ചി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇസ്രയേലിൽ ആഭ്യന്തര കലഹം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെരുവിലിറങ്ങിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങളും അതുപോലുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ദേശീയ മാധ്യമങ്ങളോ വേൾഡ് മാധ്യമങ്ങളോ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. എന്താണെങ്കിലും ജെറുസലേമിൽ നിന്ന് ഈ സാത്താന്റെ സന്തതിയായിട്ടുള്ള ഈ കുഞ്ഞ് ഇപ്പം നിലവിളിക്കുന്നുണ്ട്. ഇതിനു മുമ്പൊരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു, നിലവിളിച്ച് കൂവി നിലവിളിക്കുന്നത്. കാരണം അത്രത്തോളം മിലിറ്ററിനെയാണ് ഹമാസിന്റെ പോരാളികൾ വെടിവെച്ച് കൊന്നിട്ട് തിരിച്ച് ഇവർ ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പം നെതന്യാഹുവിന്റെ ഈ ഒരു ഭരണത്തിന്റെ കീഴിൽ ഇപ്പം ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പം ഒരു പാവം പിടിച്ച ഒരു ജനതയുടെ നേരെ എന്തിന്റെ പേരിലാണോ ഈ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം എന്നുള്ളത് അത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം വിജയം എപ്പോഴും ഈ പറയുന്ന ഹമാസിനോടൊപ്പം അല്ലെങ്കിൽ പലസ്തീൻ ജനതയ്ക്കൊപ്പമായിരിക്കും. അവർ സത്യത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണ്. ഇസ്രയേലി ജൂത പട്ടാളക്കാർ അല്ലെങ്കിൽ ഇസ്രയേലി ഭരണകൂടം എന്ന് പറയുന്നത് അവരുടെ പ്രദേശത്തെ കയ്യിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അമ്മച്ചിയുടെ സുവിശേഷ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ അല്ലെ? അമ്മച്ചിയുടെ സുവിശേഷ പ്രസംഗങ്ങൾ ഇനി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഫേസ്ബുക്കിൽ കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ യൂട്യൂബ് ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് അമ്മച്ചിയെ സഹായിക്കണം. കാരണം ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ച് ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളൊക്കെ സ്വന്തം വിനീസ്.